നമസ്കാരം. മുനമ്പം വിഷയത്തിൽ പൊതു ഹിയറിംഗ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ സാധുത തന്നെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നാണ് ഹർജിക്കാരുടെ വാദം. മുനമ്പം കമ്മീഷനെ നിയോഗിച്ചതിന്റെ സാധുത വിശദീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. കേരളത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് വഴിവെക്കുന്ന ഈ ഭൂമി തർക്കത്തിന് ആരാണ് പരിഹാരം കണ്ടെത്തുക? ജുഡീഷ്യൽ കമ്മീഷനോ അതോ കോടതിയോ? കമ്മീഷന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിലെ ഹൈക്കോടതിയുടെ ഇടപെടൽ പരിഹാര സാധ്യത നീട്ടുകയാണോ അതോ പരിഹാരം കൊണ്ടുവരികയാണോ ചെയ്യുക? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, വഖഫ് സംരക്ഷണ വേദിയുടെ പ്രതിനിധി, അവരാണ് ഹർജിക്കാർ, ലുക്മാൻ മൂസ, സാമൂഹ്യ നിരീക്ഷകൻ പി എ പ്രേം ബാബു എന്നിവർ. ആദ്യം ബൽദേവിലേക്ക്. ബൽദേവ്, ജുഡീഷ്യൽ കമ്മീഷനെ ഈ വിഷയത്തിൽ ഇതൊരു വഖഫ് ഭൂമി തർക്കമായിട്ട് കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി പറയുന്നത്. അതിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അർഹതയുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നാണ് ഇന്നലെ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇതോടുകൂടി ഈ മുനമ്പത്തെ ഭൂമി തർക്കം സങ്കീർണമാവുകയല്ലേ? ഇല്ല, അത് കോടതി എന്താ അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഏതൊരു കാര്യത്തിൽ കമ്മീഷൻ ഓഫ് എൻക്വയറി തീരുമാനിക്കുന്ന കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952, അത് 1971 അത് അമെൻഡ് ചെയ്തു. സെക്ഷൻ 3 അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മീഷൻ ഓഫ് എൻക്വയറി ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ആൻ എൻക്വയറി ഇൻ ടു എനി മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പബ്ലിക് ഇമ്പോർട്ടൻസ് വരുന്ന ഏതൊരു കാര്യത്തിലും കേന്ദ്രത്തിനോ സംസ്ഥാന ഗവൺമെന്റിനോ എൻക്വയറി കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നിയമിക്കാം. അതിനകത്ത് ആകെ റെസ്ട്രിക്ഷൻ ആയിട്ട് പറയുന്നത് സെക്ഷൻ 3A നോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ എക്സെപ്റ്റ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് അനദർ കമ്മീഷൻ ടു എൻക്വയർ ഇൻ ടു ദ സെയിം മാറ്റർ ആസ് ലോങ് ആസ് ദ സെയിം അപ്രൂവ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇസ് ഫംഗ്ഷനിങ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോട് മാത്രമേ കമ്മീഷൻ നിയമിക്കുക. അതാണ് അതിന്റെ എക്സെപ്ഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റും അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അല്ലാതെ കമ്മീഷനെ വെക്കാൻ പാടില്ല എന്ന് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് ഹർജിക്കാരുടെ വാദം വഖഫ് ഒരു സെൻട്രൽ സബ്ജക്ട് ആയതുകൊണ്ട് ഒരു സെൻട്രൽ സബ്ജക്ട് ഉള്ള ഒരു വിഷയത്തിൽ എങ്ങനെ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ കഴിയുമെന്നാണ്. ഞാൻ അതിലേക്ക് വരാം. അവർ പ്രധാനമായിട്ട് അവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇത് സെൻട്രൽ ആക്ട് ആണ്. 2, ഇതിനകത്ത് നേരത്തെ ഒരു എൻക്വയറി കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഇത് സിവിൽ കോടതി ശരിവെച്ചതാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെതാണ് 3 അവരുടെ പ്രധാനപ്പെട്ട വാദം. ഈ കമ്മീഷൻ ഓഫ് എൻക്വയറി നിയമിക്കുന്നതെല്ലാം നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അത് സെൻട്രൽ ആക്ടാണ്. സിവിൽ പ്രൊസീജിയർ കോഡ്, അത് സെൻട്രൽ ആക്ടാണ്. ഈ സെൻട്രൽ ആക്ടിനകത്തെല്ലാം സിവിൽ പ്രൊസീജിയർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസ്പ്യൂട്ടുകളിൽ നിരവധി കേസ്, അത് ഇന്റർ സ്റ്റേറ്റ് വന്നാലും സ്റ്റേറ്റിനകത്ത് വന്നാലും കമ്മീഷൻ ഓഫ് എൻക്വയറി നിയമിക്കാറുണ്ട്. ഇന്റർ സ്റ്റേറ്റ് ആകുമ്പോൾ അത് നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. അപ്പോൾ ഈ നമ്മുടെ ആക്ടുകൾ കൂടുതലും സെൻട്രൽ ആക്ടുകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 ആക്ടാണ് ഞാൻ പറഞ്ഞത്. CRPC ഇപ്പോൾ മാറി, ഇപ്പോൾ BNSS അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും സിവിൽ പ്രൊസീജിയർ വന്നാൽ CPC, അത് സെൻട്രൽ ആക്ടാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം ആക്ടുകളും സെൻട്രൽ ആക്ടുകളാണ്. അപ്പോൾ സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ കമ്മീഷനെ നിയമിക്കാൻ അധികാരമില്ല എന്ന് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിനകത്തോ മറ്റ് നിയമങ്ങളിലോ എങ്ങും പറയുന്നില്ല. ആകെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ടിൽ പറഞ്ഞ ഒറ്റ എക്സംഷൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു എൻക്വയറി നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി, അതും അനുവാദം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കമ്മീഷൻ വെക്കാം. അത് മാത്രമാണ് ഒരു എക്സംഷൻ. അപ്പോൾ ആ വാദം നിൽക്കത്തേയില്ല. സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കമ്മീഷനെ വെക്കാൻ പറ്റില്ല. അത് തന്നെ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കമ്മീഷനെ വെച്ചിരുന്നു. അന്നും ഇത് സെൻട്രൽ ആക്ട് ആയിരുന്നില്ല. ഇപ്പോഴെല്ലാം ഇത് സെൻട്രൽ ആക്ട് ആയത്. വഖഫ് ആക്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആക്ട് ആണ്. അപ്പോൾ ഏത് സെൻട്രൽ ആക്ടിലും സംസ്ഥാനങ്ങൾക്ക് കമ്മീഷൻ എൻക്വയറീസ് ആക്ട് അതും സെൻട്രൽ ആക്ട് ആണ്. ഈ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 71 അമെൻഡ് ചെയ്തതും കേന്ദ്ര ഗവൺമെന്റ് ആക്ട് തന്നെയാണ്. രണ്ടാമത് അവരുടെ വാദം എന്ന് പറയുന്നത് നേരത്തെ ഒരു എൻക്വയറി കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതും ഒരു കമ്മീഷനെ നിയമിക്കുന്നതിന് യാതൊരു വിധമായ തടസ്സവുമില്ല. ഒരു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ ആ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലോ ആ എൻക്വയറി കമ്മീഷന്റെ തെളിവുകൾ ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് നീങ്ങുന്നില്ല എന്ന് കണ്ടാൽ ഗവൺമെന്റ് അടുത്ത കമ്മീഷൻ നിയമിക്കാം.
അതിനകത്ത് എക്സംഷനകത്ത് നിലവിലൊരു എൻക്വയറി കമ്മീഷൻ ഉള്ളതുകൊണ്ട് പുതിയ നിയമിക്കാമെന്ന് പാടുന്നില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തത്, ഇത് സിവിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്തതാണ്. സിവിൽ ഡിസ്പ്യൂട്ട് എവിടെ സെറ്റിൽ ചെയ്തു? ഹൈക്കോടതിയിൽ ഇപ്പോഴും നിലവിൽ കേസ് കിടക്കുകയല്ലേ. ഈ വസ്തു ഇപ്പോൾ നിലനിൽക്കുന്നവരും വഖഫ് ബോർഡുമായിട്ട് ഹൈക്കോടതി കേസ് കിടക്കുന്നു, സിംഗിൾ ബെഞ്ചിൽ വന്നു, പിന്നീട് ഇപ്പോൾ അത് ഡിവിഷൻ ബെഞ്ചിൽ കേസ് നിലനിൽക്കുകയാണ് ഇതിനകത്ത് കരമടയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പരിപൂർണമായിട്ട് ഈ കേസ് നാളിതുവരെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്തിട്ടില്ല. കാര്യം ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വാദം തെറ്റാണ്. അങ്ങനെ സെറ്റിൽ ചെയ്തിട്ടില്ല ഈ പ്രശ്നം. കാര്യം വർഷങ്ങളായിട്ട് നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്താണല്ലോ, വർഷങ്ങളായിട്ട് ഈ വഖഫ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുകയാണ്. പരിപൂർണ സെറ്റിൽമെന്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരു കോടതിയും അന്തിമവിധി വന്നിട്ടില്ല. അന്തിമവിധി നമുക്കറിയാമല്ലോ, സിവിൽ ഡിസ്പ്യൂട്ടിലായാലും ക്രിമിനൽ ഡിസ്പ്യൂട്ടായാലും അന്തിമവിധി സുപ്രീം കോടതിയിലെയാണ്. മുനിസിപ്പൽ കോടതി വെച്ചാൽ ജില്ലാ കോടതി. ഇപ്പം ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വഖഫ് ട്രിബ്യൂണലാണ് വിധിക്കുന്നത്. വഖഫ് ട്രിബ്യൂണലിലെ വിധിക്കെതിരെ ഹൈക്കോടതിയിലെ പോകാൻ പറ്റും. സിവിൽ കോടതിക്ക് ഇവിടെ അധികാരമില്ല. അതാണ് അവർ കാണിച്ചിരിക്കുന്ന ഒരു വലിയ തെറ്റ്. ഈ കേസിനകത്ത് നോ സിവിൽ കോർട്ട് ഹാസ് ജൂറിസ്ഡിക്ഷൻ. അതാണ് വഖഫിന്റെ പ്രത്യേകത. വഖഫ് ട്രിബ്യൂണലിനെതിരെ അപ്പീൽ പോകാൻ ഹൈക്കോടതിയിൽ മാത്രമേ പറ്റൂ. നമ്മുടെ സിവിൽ കോടതിക്കൊന്നും അധികാരമില്ല. ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് അപ്പീൽ സുപ്രീം കോടതി പാടും. ആ ഹൈക്കോടതിയിലാണ് ഇപ്പോൾ കേസ് നിലനിൽക്കുന്നത്. അല്ല, മുനിസിപ്പൽ കോടതിക്കും ജില്ലാ കോടതിക്കും ഒന്നും വഖഫ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ പോകാൻ പറ്റില്ല. അതാണ് നിലവിലുള്ള വഖഫ് ആക്ട്. അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അമെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ കേസിൽ അവർ പറഞ്ഞിരിക്കുന്ന ഈ 3 കാര്യങ്ങളും ഈ സംസ്ഥാന ഗവൺമെന്റ് കമ്മീഷൻ നിയോഗിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സംസ്ഥാന ഗവൺമെന്റ് കമ്മീഷൻ നിയോഗിച്ചത് പരിപൂർണമായ ഉദ്ദേശത്തോടു കൂടിയാണ്. നിലവിലുണ്ടായിരുന്ന കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. നേരത്തെ കൊണ്ടുവന്ന നിസാർ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുനിന്ന്, ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുനിന്നാണ് ഈ പ്രശ്നം എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ക്രമസമാധാനം തകർക്കുകയാണ്. പബ്ലിക് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലുള്ള വിഷയമാണ്. കാര്യം വഖഫ് എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ അല്ല പ്രശ്നം. ഈ 404 ഏക്കർ വസ്തുവുമായിട്ട് അങ്ങേയറ്റത്തെ വളരെ കൂടുതൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള വിഷയമാണ്. അപ്പോൾ പുതിയ കമ്മീഷൻ നിയമിക്കാം. ആ കമ്മീഷൻ നിയമിക്കാമോ എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യം വളരെ വ്യക്തമാണ്. അതിനൊക്കെ സംസ്ഥാന ഗവൺമെന്റ് അഡ്വക്കേറ്റ് ജനറലിന് മറുപടി കൊടുത്തപ്പോൾ കോടതിക്ക് അത് വ്യക്തമാണ്. ഒരു കാര്യം കൂടി, ഈ മുനമ്പം കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുകയാണോ? അതല്ല, നിലവിൽ അത് വഖഫായാലും അല്ലെങ്കിലും, ഇതിപ്പോൾ വഖഫ് ഭൂമി അല്ല എന്ന് തന്നെ കരുതുക, അപ്പോൾ പോലും ഈ അവിടുത്തെ താമസക്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ആ പ്രശ്നത്തിന് ആത്യന്തിക പരിഹാരം എന്താണെന്ന് കണ്ടെത്തുകയാണോ? അങ്ങനെയെങ്കിൽ നിലവിൽ ഹൈക്കോടതിയിൽ നിൽക്കുന്ന കേസ് ആ പരിഹാര മാർഗം കണ്ടെത്തുന്നതിന് തടസ്സമാവില്ലേ? അല്ല, അത് ഇപ്പോൾ ഈ കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണമെന്ന് മാത്രമല്ല, ഇതിനകത്തുള്ള തർക്കങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ഗവൺമെന്റ് മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന് ഫറൂഖ് കോളേജ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തല്ലോ, ഞങ്ങൾ ഇത് വിലയ്ക്ക് വിറ്റതാണ്, ഞങ്ങളിത് വാങ്ങിക്കുമ്പോൾ ഇത് വഖഫ് ഭൂമി ആയിരുന്നില്ല എന്ന് പറഞ്ഞ് ഫറൂഖ് കോളേജ് കമ്മീഷൻ പോയി മൊഴി കൊടുത്തു. പിന്നെ ഈ ഇവിടെ താമസിക്കുന്ന 400 ചില്ലാനും കുടുംബങ്ങൾ, അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മൊഴിയെടുക്കും. വഖഫിന്റെ തർക്കമുള്ള കക്ഷികൾ ഇത് വഖഫിന്റെ ആണെന്ന് പറയുന്ന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഇതിന്റെ രേഖകൾ കളക്ട് ചെയ്യും. കാര്യം നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടിനകത്ത് ഈ വ്യക്തമായിട്ട് രേഖകൾ പരിശോധിക്കാതെയും, നമുക്കറിയാമല്ലോ ഇതിന്റെ പിന്നാമ്പറ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, ഫറൂഖ് സേട്ടൂര് കിട്ടിയതും സേട്ടു ഫറൂഖ് കോളേജിന് കൊടുത്തതും ആ ഡീഡ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനകത്ത് പ്രത്യേകം അതിന് ഗിഫ്റ്റ് ഡീഡ്, അത് ഒരിക്കലും അതിനകത്ത് നിങ്ങൾക്കറിയാം, വഖഫിനെ കുറിച്ച് നല്ലപോലെ അറിയാം. വഖഫ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ എക്സിക്യൂഷൻ ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് അങ്ങനെയല്ല, ക്രയവിക്രയം ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൺകണ്ടീഷണലായിട്ട് നമ്മൾ മതപരമായ കാര്യങ്ങൾക്ക് ഡിവോട്ട് ചെയ്യുന്ന ഭൂമിയാണ് വഖഫിൻ്റെതായിട്ട് മാറുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള കണ്ടീഷണൽ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊന്നും നേരത്തെ വന്നിരുന്ന കമ്മിറ്റി റിപ്പോർട്ടിനകത്ത്, ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വന്നിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് ഓരോരുത്തരുടെയും, ഇതിനകത്തുള്ള പരാതിക്കാരുടെയും മറ്റും ഇതിൻ്റെ വസ്തു ഉടമസ്ഥരെന്ന് അവകാശപ്പെടുന്നവരുടെയും, പ്രധാനമായിട്ട് ഫറൂഖ് കോളേജിൻ്റെ ഒരു കക്ഷിയാണ്, അവരുടെയൊക്കെ മൊഴികൾ എടുത്ത് ആ മൊഴികൾ വെച്ച് പഠിച്ച് കോടതിയിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കണമല്ലോ. കേസ് ഹൈക്കോടതിയിൽ കിടക്കുക. ഒരു കാര്യം ശരിയാണ്, സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല. തീരുമാനമെടുക്കാനുള്ള അധികാരം കേസ് ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് കേസ് തീരുമാനം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഈ വിഷയത്തിൽ സർക്കാരിന് ഒരു നിലപാട് സ്വീകരിക്കണം, ഈ സങ്കീർണമായ പ്രശ്നം പഠിക്കണം, അതിനനുസരിച്ച് നിയമപരമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. നോക്കൂ, VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച നിസാർ കമ്മീഷൻ, ആ നിസാർ കമ്മീഷനാണ് ഇതൊരു വഖഫ് ഭൂമിയാണെന്നൊരു പരാമർശം ആദ്യമായി നടത്തുന്നത്. അതുവരെ അത് വഖഫ് ലിസ്റ്റിൽ പോലുമില്ല വഖഫ് ബോർഡിന്റെ. ഇത് വഖഫ് ലിസ്റ്റിൽ പെടുന്നത് എപ്പോഴാണ്? 2019 അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ വഖഫ് ബോർഡ്, ഇവർ രണ്ടുപേരും ആണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. കാരണം വഖഫ് ബോർഡാണുള്ളത് വഖഫ് ലിസ്റ്റിൽ പെടുത്തിയത്, സർക്കാർ LDF സർക്കാരാണ് അത് നിസാർ കമ്മീഷനെ നിയോഗിച്ചത്. അപ്പോൾ ഇതിൽ വ്യക്തതയില്ലാതെ ഒരു കാര്യം ചെയ്തു എന്ന് മാത്രമല്ല, 2019 വഖഫ് ലിസ്റ്റിൽ പെടുത്തിയതിന് ശേഷം അവിടുത്തെ താമസക്കാർക്ക് നോട്ടീസ് അയക്കുന്നു. അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ചൊരു ബോധ്യവുമില്ലാതെ രണ്ട് സർക്കാരുകൾ
VS സർക്കാരും പിണറായി വിജയൻ സർക്കാരും പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അങ്ങനെയല്ല. നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇത് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും ആ സംഭവ സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്ത എന്നായി വഖഫ് വിഷയം ഈ അടുത്ത സമയത്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു തർക്കം ആരും ഉന്നയിക്കുകയോ അതിനൊരു ഇഷ്യൂ ആയിട്ട് മാറുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ വഖഫായിട്ട് ക്രമപ്പെടുത്തുകയും അതിനുശേഷം ഈ താമസക്കാർക്ക് എല്ലാവർക്കും വഖഫ് സെക്ഷൻ 40 അനുസരിച്ച് വഖഫ് ആക്ട് സെക്ഷൻ 40 അനുസരിച്ച് അവർക്ക് നോട്ടീസ് അയക്കാം. ആ നോട്ടീസ് അവർ കൈപ്പറ്റി കിട്ടിയപ്പോഴാണ് ഈ ഇഷ്യൂ പുറത്തു വരുന്നതും ഇതിനകത്ത് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട്, ഇത്രയും കുടുംബങ്ങൾ അവിടെ നിന്ന് പോകണം, അവരിത് വിലയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചു, അതൊന്നും പഠിച്ചിരുന്നില്ല. നിസാർ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അതൊന്നും പറയുന്നില്ല. ഇത് ഫറൂഖ് കോളേജിൽ നിന്ന് ഇത്രയും പേര് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നില്ല. ഫറൂഖ് കോളേജിന്റെ മൊഴിയൊന്നും അവരെടുത്തിട്ടില്ല. അവിടെ താമസിക്കുന്നവരുടെ മൊഴിയൊന്നും എടുത്തിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ അന്വേഷിച്ചു, ഇത് വഖഫാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അത് അന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച്, ഞാൻ പറഞ്ഞില്ല, കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് അത് അംഗീകരിച്ചു. വഖഫിന്റെ ഭൂമിയാണെന്ന് ഡിക്ലെയർ ചെയ്തു. പിന്നീടാണ് തർക്കം എറൈസ് ചെയ്തത്. നമ്മുടെ വീട്ടിലൊക്കെ പ്രോപ്പർട്ടിയിലൊക്കെ എപ്പോഴാണ് ചിലർ വസ്തുവിന് തർക്കവുമായിട്ട് വരുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയും അത് കോടതിയിലേക്ക് പോവുകയും ചെയ്തത്. വഖഫ് ഈ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഇത് ഡിസ്പ്യൂട്ടായിട്ട് മാറുന്നത്, നമ്മൾ നിരവധി ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതും. അപ്പോൾ ആ പ്രശ്നം രണ്ടുപേർക്കും ദോഷമില്ലാതെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് വരണം. വഖഫിനും ദോഷം വരരുത്, അവിടെ താമസിക്കുന്നവർക്കും ദോഷം വരരുത്. അവർ പണം കൊടുത്ത് വാങ്ങിച്ചതാണോ, ഇത് യഥാർത്ഥ പ്രധാന പ്രശ്നം ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മീഷന് ബന്ധപ്പെട്ട ഇപ്പോൾ ഫറൂഖിന്റെ മൊഴി എടുത്ത് നമുക്കറിയാം. ഇപ്പോൾ താമസിച്ച പലരുടെയും മൊഴി അവർ എടുത്തിട്ടുണ്ട്. വഖഫ് ആക്ഷൻ സമിതിയുടെ മൊഴി അവർ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മൊഴികളെല്ലാം എടുത്തുകൊണ്ട് ഇതിന് യഥാർത്ഥമായിട്ട് കോടതിയിൽ കറക്റ്റായിട്ടുള്ള, ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ടാണല്ലോ, ക്രിമിനലല്ല. അപ്പോൾ സിവിൽ ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ച് എന്താ, കോടതിയിൽ വരുന്ന എവിഡൻസ് രേഖകളാണ്, അല്ല വാമൊഴി മാത്രമല്ല അവിടെ വേണ്ടത്, മെറ്റീരിയൽ എവിഡൻസ്. ആ റെക്കോർഡുകൾ കോടതിയിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ട്. ഇപ്പോൾ ഒരു എൻഡ് ഓഫ് ജസ്റ്റിസ് വേണം. അതിനുവേണ്ടി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന കമ്മീഷനാണ്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് കറക്റ്റായിട്ട് വരട്ടെ. അല്ലാതെ ഈ കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് ഗവൺമെന്റ് തീരുമാനം എടുക്കാനേ പറ്റില്ല. കാരണം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. ശരി, ജിൻഡോ, പറവൂർ കോടതിയും അതുപോലെ ഹൈക്കോടതിയും രണ്ട് വ്യത്യസ്ത ഹർജികളിൽ ഈ ലാൻഡ് ടൈറ്റിലിനെ സംബന്ധിച്ച അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. കീഴ്ക്കോടതി അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഗിഫ്റ്റ് ഡീഡാണ് എന്നാണ് പറഞ്ഞത്, സംഭാവന നൽകിയ ഭൂമിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഭൂമി വഖഫായാലും അല്ലെങ്കിലും, ഇനി അത് വഖഫ് ഭൂമിയാണെങ്കിലും അതല്ല ഇനി സംഭാവന കൊടുത്ത ഭൂമിയാണെങ്കിലും, മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം മറ്റൊന്നാണ്. മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം എന്താണ്? അവരിൽ പലരും അവിടെ സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ താമസിക്കുന്നതാണ്. അവർക്ക് പിന്നീട് അവിടെ കരമൊടുക്കാൻ പറ്റാതെ വരികയും നിയമപ്രശ്നം വരികയും ചെയ്തപ്പോൾ ഫാറൂഖ് കോളേജിൽ നിന്ന് അവർ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകളുടെ റൈറ്റ് വളരെ വളരെ പ്രധാനമാണ്. അവർക്ക് ഇരട്ട അനീതി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ഭൂമിയുടെ സ്വഭാവം എന്താണെന്ന് പഠിക്കുകയാണോ വേണ്ടത്, അതല്ല അവിടെ താമസിക്കുന്നവരുടെ കുടികിടപ്പാവകാശം ഉറപ്പാക്കുന്ന രീതിയിലൊരു പരിഹാരമാണോ വേണ്ടത്? അത് ഈ കമ്മീഷന്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അജിംസെ, ഒരു കാര്യം ശരിയാണ്. അജിംസ് അഡ്വക്കേറ്റ് ബൽദേവിനോട് ചോദിച്ച ഒരു ശരിയായ ചോദ്യം, അതായത് 2008 നിസാർ കമ്മീഷന്റെ കണ്ടെത്തൽ വരെ ഇത് വഖഫ് ഭൂമിയാണെന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് വഖഫ് ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് വഖഫ് ബോർഡിന്റെ ആസ്തി രേഖകളിൽ പെടാത്തൊരു സ്ഥലം നിസാർ കമ്മീഷന്റെ കണ്ടെത്തലിലാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് ആദ്യമായിട്ട് കോട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് പല തർക്കങ്ങളും കോടതി വിധികളും വ്യവഹാരങ്ങളും ഒക്കെ നടക്കുമ്പോൾ പോലും ഒഫീഷ്യലായിട്ട് ഒരു രേഖയായിട്ട് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ ഇതിലൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാരണം നിലവിൽ അവിടുത്തെ മനുഷ്യരുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിലേക്ക് ഒരു കാര്യമുണ്ട്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ, വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പ്രതി നമ്മളൊരു ദാനം ചെയ്യുന്ന ഭൂമിയിൽ അത് ഞാൻ പറയുന്ന കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള കണ്ടീഷൻ വെക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ അറിവ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കണ്ടീഷണലായിട്ട് കൊടുക്കുന്നത് വഖഫ് അല്ല, സ്വാഭാവികമായിട്ട് അതൊരു ഗിഫ്റ്റ് ാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രഖ്യാപിത നിലപാട്. അപ്പോൾ വഖഫ് ഭൂമി അല്ലാത്ത ഒരു ഗിഫ്റ്റ് ഡീഡായിട്ട് കൊടുത്തിരിക്കുന്ന ഭൂമി ഫാറൂഖ് കോളേജ് അവരുടെ കൈവശത്തിലിരിക്കുമ്പോൾ അവരെ ഏൽപ്പിച്ച വ്യക്തികളും അത് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് വിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനു
മുമ്പ് അവിടെ പലതരത്തിലുള്ള കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്, പലരും വന്ന് താമസിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ അവസാനം പല കോടതി വിധികൾക്ക് ശേഷം നാട്ടുകാരുമായിട്ട് പറഞ്ഞു സെറ്റിൽ ചെയ്ത് അത് വില കൊടുത്ത് വാങ്ങി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ ചരിത്രമാണ്. ഇതിൻ്റെ ഓരോ ചരിത്ര രേഖകളും പരിശോധിച്ച് പോയാലും ഇത് ഒരു ഘട്ടത്തിലും ഇത് വഖഫ് ബോർഡിൻ്റെതാണ്, അല്ല വഖഫ് ബോർഡിലേക്ക് ചേർക്കപ്പെട്ട ഭൂമിയാണെന്നുള്ള രേഖകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെയുള്ള പ്രശ്നം എന്താ, 2008 ഇതിനൊരു നിയമപരമായിട്ടുള്ള ഒരു സാധുത കൊടുക്കുന്ന രീതിയിൽ നിസാർ കമ്മീഷൻ അത് കൊടുത്തപ്പോൾ ഇപ്പോൾ ബൽദേവ് തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വഖഫ് ഭൂമിയാണെന്ന് ആഴത്തിലും പരപ്പിലും നിസാർ കമ്മീഷൻ പഠിച്ചിട്ടില്ല, അവിടുത്തെ ആളുകളെ കേട്ടിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ വഖഫ് ഡീഡ് എന്നുള്ള ആ വാചകത്തിൽ മാത്രം നോക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുത്തപ്പോൾ നിസാർ കമ്മീഷന്റെ ആ തീരുമാനം LDFന്റെ പ്രഖ്യാപിത ഒരു തീരുമാനമായിട്ട് മാത്രമേ, പൊളിറ്റിക്കൽ തീരുമാനമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ പൊളിറ്റിക്കൽ തീരുമാനം എന്താ, അവിടുത്തെ ആളുകളെ ഭിന്നിപ്പിലേക്ക് നയിക്കുക. VS അച്യുതാനന്ദനൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി കേരളത്തിൽ ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുവെന്ന്. കേരളത്തിൽ ഏത് കാലത്ത് ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം നടക്കുമെന്ന? അപ്പോൾ അതിനൊക്കെ എണ്ണ പകരുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു ഈ 2008 നിസാർ കമ്മീഷൻ വേണ്ടത്ര പഠനം നടത്താതെ നൽകിയ ആ റിപ്പോർട്ട് ഗവൺമെന്റ് 2 കൈയും നീട്ടി സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തത് അല്ലേ? അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു, അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ വന്നു. 2019 വീണ്ടും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ടാക്സ് കരം സ്വീകരിക്കുന്നതൊക്കെ തടസ്സപ്പെടുത്തുന്നു, അവരുടെ ഭൂമി കണ്ടെടുക്കുന്ന സാഹചര്യം വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. ഞാൻ പറയുന്നത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരും സമരഭൂമിയിൽ ചെന്ന് അവരോട് പറയുന്നു, നിങ്ങളെ ഇറക്കി വിടില്ല, നിങ്ങളുടെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നോട്ടീസ് അയക്കാൻ വഖഫ് ബോർഡ് തീരുമാനിക്കുന്നു. അതാണ് ഇതിലൊരു ഗെയിം ചേഞ്ചർ. അതെ, വഖഫ് ഭൂമി അതിൽ നോട്ടീസ് അയക്കുന്നു, പിന്നെ അവരുടെ കരം മേടിക്കുന്നത് നിർത്തുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ കോടതിയിലേക്കൊക്കെ പോകുന്നു. ഞാൻ പറയുന്നത്, ഇവിടെ പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്ന് മാത്രമല്ല, അവർ വില കൊടുത്ത് വാങ്ങിയ, അവർ അവിടെ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുന്ന, അവരവിടെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന, വീട് വയ്ക്കുന്ന ആ ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടരുത് എന്നുള്ളത് മാത്രമല്ല, അവർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വത്തവകാശം കൂടി അതിൽ ഉറപ്പ് നൽകണം. അവർക്ക് അതിൽ പൂർണ്ണാവകാശം കിട്ടണം. ഇറക്കി വിടില്ല എന്നുള്ള വേഗമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് സംസ്ഥാനത്തെ CPM നേതൃത്വം പ്രഖ്യാപിക്കുന്നു. ഇറക്കി വിടാതിരുന്നാൽ മാത്രം പോരാമെന്നേ, മറ്റ് ആളുകൾക്ക് അവരുടെ ഭൂമി എങ്ങനെ ഉപയോഗിക്കാവോ അതേ രീതിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ക്രയവിക്രയം നടത്താനുള്ള അവകാശം കൂടി പുനഃസ്ഥാപിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട്. കാരണം അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് കേരളത്തിലെ LDF എന്ന് പറഞ്ഞ മുന്നണിയും പിണറായി വിജയന്റെ സർക്കാരും VS അച്യുതാനന്ദന്റെ സർക്കാരുമാണ്. അതുകൊണ്ട് പ്രഥമ ഉത്തരവാദിത്തം CPM എന്ന് പറഞ്ഞ പാർട്ടിക്കാണ്. അവരിതിൽ ഇടപെടണം. പകരം അവരെന്താ ഒരു കമ്മീഷനെ വെച്ചു, മറ്റൊരു കമ്മീഷനെ വെക്കുന്നു. ഈ കമ്മീഷൻ എന്താ നടത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നു, അങ്ങനെ കാര്യങ്ങളായിട്ട് പോകുന്നു. ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു ഈ കമ്മീഷൻ അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ടോ എന്നുള്ള സംശയം ഹൈക്കോടതി ഉന്നയിക്കുന്നു. ഇതൊക്കെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പാലക്കാട് ബൈ ഇലക്ഷന്റെ സമയത്ത് ഇത് കണ്ടതാണ്. ഓൺലൈനായിട്ട് ഒരു യോഗം പ്രഖ്യാപിക്കുന്നു. പാലക്കാട് ഇലക്ഷൻ ഒരാഴ്ച മാറ്റുമ്പോൾ ആ ഓൺലൈനായിട്ടുള്ള യോഗം ഒരാഴ്ച വീണ്ടും മുന്നോട്ടാക്കി വെക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം സെറ്റിൽ ചെയ്യപ്പെടേണ്ട, ആ വിഷയത്തിൽ ഒരു പരിഹാരം വേണ്ട. അതിന് സമാനമായിട്ടല്ലേ മറ്റേ ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ എന്താണ് പറയുന്നത്? സർക്കാരിന് കുറഞ്ഞ പക്ഷേ റവന്യൂ വകുപ്പിന് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഒരു ഓർഡറിലൂടെ എന്നാണോ? അല്ല, ഞാൻ പറയുന്നത് സർക്കാരിനെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതിയുടെ മുമ്പിൽ വഖഫ് ഡീഡുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിനു മുമ്പത്തെ നിസാർ കമ്മീഷന്റെ കണ്ടെത്തൽ, വഖഫ് ബോർഡിന്റെ സ്റ്റാൻഡ്, ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട നിയമം വെച്ചിട്ടേ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് ഈ മനുഷ്യർക്ക് നീതി ഉറപ്പ് കൊടുക്കേണ്ടത്, അത് കൊടുത്തു എന്ന് അവരെ വിശ്വസിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരം ഭൂമി തർക്കങ്ങളിൽ എന്ത് നിലപാടാണ് സംസ്ഥാന സർക്കാർ സാധാരണഗതിയിൽ എടുക്കുക? അതേ നിലപാടിൽ തന്നെ ഈ ആളുകൾക്ക് ആ ഭൂമിയിലുള്ള പൂർണ്ണ അവകാശം ഉറപ്പ് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവർ അതിലിടപെടണം. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, അവിടെ തൽപര കക്ഷികളായിട്ടുള്ള ചില ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ വിഷയത്തെ പിടിക്കുന്നത്. നമ്മൾ 2022 ഇവരുടെ ആ ഭൂമിയിലുള്ള ക്രയവിക്രയ സ്വാതന്ത്ര്യം അവിടെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം അവർക്ക് കരമടയ്ക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട്. പല ഘട്ടത്തിൽ അവർ പല രീതിയിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും കടന്നു വരാത്ത BJP-കാർ, സംഘപരിവാറുകാർ, കാസയെ പോലുള്ള തീവ്ര പക്ഷക്കാരൊക്കെ അവിടെ വന്ന് നുഴഞ്ഞു കയറി അത് അത്രത്തോളം വഷളാക്കി കേരളത്തിലെ 2 സമുദായങ്ങൾക്കെതിരെ ഇടയിൽ ഇത്രത്തോളം തീ പകരുന്ന രീതിയിലേക്ക് മാറ്റിയത് ആരാ? അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. പ്രതിപക്ഷ നിലയ്ക്ക് UDF-ഉം കോൺഗ്രസും 100% ഇതിന് പരിഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ശ്രമങ്ങൾക്ക് ഒപ്പം നിൽക്കും. പക്ഷേ സർക്കാർ ഇങ്ങനെ മെല്ലപ്പോക്ക് നടത്തിയാൽ പോരാ. കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള സ്റ്റാൻഡ് എടുത്താൽ പോരാ. കമ്മീഷന്റെ കണ്ടെത്തൽ നടക്കട്ടെ എന്ന് സ്റ്റാൻഡ് എടുത്താൽ പോരാ. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് പറയണം. ഈ ആളുകളെ വീണ്ടും BJP-യുടെ കയ്യിലേക്ക് ചട്ടുകമായിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല.
ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ, ഔദ്യോഗിക സംഘടനകൾ മുനമ്പത്തെ ഭൂമി വഖഫാണ്, പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും ആളുകൾ അത് പിടിച്ചെടുക്കണമെന്ന് സമരം ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ രണ്ട് സമുദായങ്ങൾക്കിടയിൽ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഐക്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് അവിടെ നനവുള്ള മണ്ണ് ആയി കൊടുക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അവരതിൽ ഇടപെടണം. നിസാർ കമ്മീഷന്റെ കണ്ടെത്തൽ തെറ്റായിരുന്നു എന്ന്, അത് വേണ്ടത്ര പഠനം നടത്താതെ ആയിരുന്നു എന്ന് ഇടത് പ്രതിനിധിയായിട്ട് ബൽദേവ് സച്ചിദാനന്ദൻ ഇവിടെ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് അഭിപ്രായമായിട്ട് ഞാൻ കാണുന്നില്ല. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ LDFന്റെ നയമായിട്ട് അത് അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അന്ന് തെറ്റായ കണ്ടെത്തൽ നടത്തി ഈ പ്രശ്നത്തിലേക്ക് കാരണഭൂതനായിട്ടുള്ള നിസാർ കമ്മീഷന്റെ കണ്ടെത്തൽ തിരുത്തിക്കൊണ്ട് അവിടുത്തെ മനുഷ്യരുടെ അവകാശം പുനഃസ്ഥാപിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ശ്രീ പ്രേംബാബു, ഇവിടെ ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന ചോദ്യം അവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. അത് വഖഫ് ഭൂമിയാണ് ആയാലും അല്ലെങ്കിലും അവർ അവിടെ അനുഭവിക്കുന്ന ഒരു ഇരട്ട അനീതിയുണ്ട്. ഒന്ന്, അവർ പരമ്പരാഗതമായ ആ ഭൂമിയിലെ താമസക്കാരാണ്. രണ്ട്, ഇത്തരം തർക്കങ്ങൾ വന്നതുകൊണ്ട് മാത്രം അവർക്ക് അതർവൈസ് സംസ്ഥാന രൂപീകരണ സമയത്ത് ഭൂവിതരണം സംസ്ഥാനം നടന്നതാണ് 70-കൾ വരെ. ആ സമയത്ത് അവർക്ക് ആ ഭൂമി ലഭ്യമാവേണ്ടതാണ്, ഡീഡ് ലഭ്യമാവേണ്ടതാണ്. അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ തർക്കം കൊണ്ട് മാത്രം അവർക്ക് പണം കൊടുത്ത് ആ ഭൂമി വാങ്ങേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും അവരുടെ പിന്മുറക്കാർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല, അവർ കരമടയ്ക്കാൻ പറ്റുന്നില്ല, അവർ ഒരു ആശങ്കയിലാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ തർക്കത്തിന് പലവിധ മാനങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ UDFലെ ഘടകകക്ഷികൾക്കൊക്കെ ഏകാഭിപ്രായമാണെന്ന് ജിൻഡോ പറയുന്നു. പക്ഷെ അവരിൽ തന്നെ പ്രമുഖ നേതാക്കളിൽ പലരും അത് വഖഫാണെന്ന് ചിലർ പ്രഖ്യാപിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ചില സംഘടനകൾ, അത് ഔദ്യോഗിക സ്വഭാവത്തിലല്ലെങ്കിലും ചില സംഘടനകൾ അത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു തർക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അതെ, ഹലോ, അതെ പ്രേംബാബു പറയൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? ഓക്കെ. ഈ ഇടത് സഹയാത്രികൻ പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു അദ്ദേഹം പറയുന്നത് 1952 ഒരു നിയമം രൂപീകരിച്ചിട്ടുണ്ട്, ഈ ഒരു കമ്മീഷൻ നിയമം. അത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്മീഷനെ വെക്കാം എന്ന് പറയുന്ന ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ജുഡീഷ്യൽ കമ്മീഷനെ നോക്കിക്കാണുന്നത് തന്നെ. അദ്ദേഹം ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് കണ്ടിട്ട് പോലുമില്ല എന്ന് കൃത്യമാണ്. കാരണം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ വഖഫാണ് എന്ന് നിരീക്ഷിക്കുക മാത്രമല്ല, അവരെ പുനരധിവസിപ്പിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയുമാണ് എന്നാണ്. ഇത് ഒന്നുകിൽ നുണയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെയാണ്, അല്ലെങ്കിൽ അത് ന്യായീകരണത്തിന്റെ ഭാഗമാണ്. കാരണം വഖഫാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അധികാരവും കമ്മീഷന് സർക്കാർ കൊടുത്തിട്ടില്ല. സർക്കാർ പറഞ്ഞിട്ടുള്ളത് ബൊണാഫൈഡ് ഒക്കുപ്പന്റിനെ കണ്ടുപിടിക്കാനാണ്. ആരാണ് ഈ ബൊണാഫൈഡ് ഒക്കുപ്പന്റ് എന്ന് പറയുന്നത്? നിർവ്യാജമായ ഒക്കുപ്പന്റ്. ഈ നിർവ്യാജമായ ഒക്കുപ്പന്റ് എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ വ്യാജമായ ഒക്കുപ്പന്റ് ഉണ്ട് അവിടെ എന്ന് ഗവൺമെന്റ് തന്നെ ആവർത്തിക്കുന്നതാണ്. പക്ഷേ ഈ നിർവ്യാജമായ ഒക്കുപ്പന്റിലേക്ക് എങ്ങനെയാണ് വിരൽ ചൂണ്ടുന്നത്? എങ്ങനെയാണ് ഈ സ്ഥലത്ത് നിർവ്യാജമായ ഒക്കുപ്പന്റ് ഉണ്ടാകുന്നത്? അപ്പൊ ഇതിനൊരു ചരിത്രമുണ്ട് എന്നും ഇതിൽ വ്യാജ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഗവൺമെന്റ് തന്നെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് ഈ ഭൂമി വഖഫേ അല്ല എന്നാണ്. ഈ കാര്യത്തിൽ ഈ കോൺഗ്രസ് പ്രതിനിധിയും ഇടതുപക്ഷ പ്രതിനിധിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ CPMന്റെ ഒരു ഇടതുപക്ഷ പ്രതിനിധി എന്ന നിലയിൽ വിജയരാഘവൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവരുടെ ഗവൺമെന്റ് ആണ് ഇത് വഖഫാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വഖഫാണെന്ന് കണ്ടെത്താൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലും അനാവശ്യമാണ് എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഇതിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഇങ്ങനെ ഓരോ ഭൂമിയും തർക്കഭൂമിയാക്കി അതിലേക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളെ കടത്തിവിടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കാരണം ഇത് വളരെ കൃത്യമായി തന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഇസ്ലാമിക നിയമത്താൽ താൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഇടപ്പള്ളി
സബ് രജിസ്ട്രാർ ഓഫീസിൽ കൃത്യമായി വിവരാവകാശ രേഖ അനുസരിച്ച് ഇത് വഖഫായി രജിസ്റ്റർ ചെയ്തതാണ് എന്ന് രേഖയുള്ളപ്പോൾ അതിന്റെ മേലൊരു ജുഡീഷ്യൽ അന്വേഷണം അനാവശ്യമാണ്. ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഒരു അനാവശ്യ പ്രക്രിയയാണ്. അനാവശ്യ പ്രക്രിയയുടെ മുകളിൽ അനാവശ്യ പ്രക്രിയയാണ് ഇപ്പോൾ ഈ കമ്മീഷനെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതിയുടെ ഈ കേസിൽ ഏറ്റവും ഒടുവിലുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണ പ്രകാരം അത് ഒരു ഗിഫ്റ്റ് ഡീഡാണ് എന്നാണ്. ഇനി സുപ്രീം കോടതി പറഞ്ഞത് വഖഫാണെന്ന്. ക്ഷമിക്കണം, അങ്ങനെയല്ല. അത് തെറ്റായ ഒരു പ്രൊപ്പഗൻഡയാണ്. കാരണം പറവൂർ കോടതി എന്ത് പ്രേയറിനാണ് പോയിട്ടുള്ളത്? 114 സെന്റ് ഭൂമിയോളം ഫറൂഖ് കോളേജ് പലതരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാട്ടം കൊടുത്തപ്പോൾ ആ ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാൻ വന്നവർ അത് എസ്റ്റേറ്റ് ഭൂമിയാണ്, അത് തോട്ടം ഭൂമിയാണ്. തോട്ടം ഭൂമിയിൽ ഒരു കാരണവശാലും അവിടെ മുൻകാല താമസക്കാർ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ വ്യക്തത വരുത്താൻ വേണ്ടി അവിടെയുള്ള അധികാരം റദ്ദാക്കണമെങ്കിൽ ആ കോടതിക്ക് ഇത് ഏത് തരത്തിലുള്ള ഭൂമിയാണ് എന്ന് കണ്ടെത്തേണ്ട ശാസ്ത്രീയ നിലപാടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോടതി വളരെ കൃത്യമായി ഒരു റിസീവറെ നിയമിച്ചുകൊണ്ട് ആ ഭൂമിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, സ്വഭാവം, ഘടന, നിയമപരമായ ഘടന എങ്ങനെയാണ് എന്ന് നിർണയിച്ചതിന് ശേഷമാണ് അത് വഖഫ് ഭൂമിയാണ്, അതിൽ അധികാരമില്ല എന്ന് പറയുന്നത്. ആ അധികാരമില്ല എന്ന് പറയുന്ന ആ ഒരു വിധിയെ മാത്രമാണ് ഹൈക്കോടതി സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് ഇത്തവണ ഈ നമ്മുടെ ഈ കമ്മീഷനെ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ കൃത്യമായിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയുടെ നിർണയത്തിനെതിരെ എങ്ങനെയാണ് ഹൗ വി ക്യാൻ ഗോ ബിയോണ്ട് ദാറ്റ് എന്ന ചോദ്യം കൃത്യമായി ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? വഖഫ് ഭൂമിയാണ് എന്ന് ഒരു രേഖ കൃത്യമായി എങ്ങനെയാണ് വഖഫ് ഭൂമി രേഖ വെത്തേണ്ടത് എന്ന് വഖഫ് നിയമത്തിന്റെ 179 പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയക്കുറവ് ഉണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. The board is empowered to collect the necessary information regarding any property which it has reason to believe to be waqf property and decided whether it is a waqf property or not, or whether it is a Sunni waqf or Shia waqf. The decision of the board is final, subject to the decision of tribunal. ഇനി എന്താണ് ആർക്കാണ് വേണ്ടത്? ഇത് വഖഫായി തന്റെ ആ ഈശ്വരനാമത്താൽ താൻ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ എന്താണ് വേണ്ടത്? ഇനി മറ്റൊരു നിയമം, അത് ഏറ്റവും നിർണായകമായ ദ പ്രൊവിഷൻ ഓഫ് ഡോക്ട്രൈൻ ഓഫ് സൈപ്രസ് എന്ന 178 പേജിലെ കൃത്യമായി പറയുന്നത് എന്താണ്? ഡോക്ട്രൈൻ ഓഫ് സൈപ്രസ്. ഒരു വ്യക്തി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? ആ ഉദ്ദേശശുദ്ധി അവസാനം വരെ സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം വഖഫ് ബോർഡിനുള്ളതാണ്. ഇല്ലെങ്കിൽ ആ നിലപാടത്തിന് വഖഫ് ബോർഡിനെതിരെ നിലപാടെടുക്കാം. അതുകൊണ്ട് ആ മനുഷ്യന്റെ ഡിവൈൻ ലക്ഷ്യങ്ങൾ, അതായത് സൈപ്രസ്, ഡോക്ട്രൈൻ ഓഫ് സൈപ്രസ്, വളരെ അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ഒരു ലിറ്ററേച്ചർ കാഴ്ചപ്പാടാണ് ഈ 178 പേജിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഇത്രമാത്രം പ്രമാണബദ്ധമായ ഒരു വഖഫില്ല. അതുകൊണ്ട് ഇവിടെ ഇത് വഖഫ് അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള താല്പര്യം ആർക്കാണ്? ഭൂമാഫിയകൾക്കാണ്, അവിടെ കൊള്ള ചെയ്തവർക്കാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം എടുത്ത ഡീറ്റെയിൽസും ഭൂമിയുടെ തരംതിരിവുകളും വില്ലേജ് റിപ്പോർട്ടുകളും കണ്ട നടുക്കുന്ന കൊള്ളകൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഭൂമിയുടെ കൊള്ള അവിടുത്തെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമോഫോബിയ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പുറകിൽ വലിയ ഭൂമി കൊള്ള സാധിക്കുമെന്നുള്ള വളരെ ശാസ്ത്രീയമായ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതിലിടപെടുമ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ല ഈ കാര്യത്തിൽ പാലിക്കുന്നത് എന്നുള്ളതാണ്. ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തെ അട്ടിമറിക്കുക എന്നതാണ് മുനമ്പം സമരം. നിയമപരമായ ആ സമരം നടത്തുന്നത് തന്നെ പള്ളിയുടെ അകത്താണ്. ഈ സമരത്തിന്റെ അപകടം എന്തെന്നാൽ ഈ സമരം സ്പോൺസർ ചെയ്യുന്നവരുടെ കൃത്യമായ ആവശ്യം ഭൂമി കൊള്ളയാണ്, ഒരേ സമയം രാഷ്ട്രീയ കൊള്ളയുമാണ്. ഒരു കാര്യം ചോദിച്ചിട്ട് പ്രേംബാബു പറയുന്നത് സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ്. പ്രേംബാബു, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ അവിടെ വ്യാജ ഒക്യുപ്പൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തലാണ് എന്ന് അങ്ങ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞു. അവിടെ വ്യാജ ഒക്യുപ്പൻസ് ഉണ്ടെങ്കിൽ ആ വ്യാജ ഒക്യുപ്പൻസിനെ ഒഴിപ്പിക്കുകയും അവിടെ യഥാർത്ഥ ഉടമകൾ ഉണ്ടെങ്കിൽ അവരെ ആ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്യുന്നതിനെ
എങ്ങനെയാണ് നമുക്ക് എതിർക്കാനാവുക? അപ്പോൾ നിലവിൽ ഈ കമ്മീഷനെതിരെ കോടതിയിൽ പോകുന്ന ഒരു ഉദ്ദേശശുദ്ധി താങ്കൾക്ക് സംശയമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജുഡീഷ്യൽ സിസ്റ്റവും അതിന്റെ ഭൂതദയാ സംവിധാനവും രണ്ടായി കാണേണ്ടതാണ്. നീതിയും ഭൂതദയും നമ്മൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ഇവിടെ ഭൂതദയയുടെ പ്രശ്നമുണ്ട്. പാവപ്പെട്ട മനുഷ്യർ അറിയാതെ ഭൂമി വാങ്ങിയവരുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ സമരത്തിന്റെ ഏത് ദിശയിലാണ് ഈ പാവപ്പെട്ടവരെ നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്? പ്രേംബാബു, അവരെ പാവപ്പെട്ടവർ എന്നോ സാമൂഹികമായ പിന്നോക്കാവസ്ഥയൊക്കെ മാറ്റിവെക്കൂ. ഈ സിദ്ദിഖ് സേട്ട് ഇത് വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെ താമസക്കാരുണ്ടായിരുന്നോ ഇല്ലേ? താമസക്കാരുണ്ടാകാൻ പാടില്ല. ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതല്ല, അവിടെ ഇല്ല, ഉണ്ടായ രേഖയില്ല, ഉണ്ടാകാൻ പാടില്ല. എന്തെന്നാൽ അത് തോട്ടം ഭൂമിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിൽ എത്രയോ തോട്ടഭൂമികളിൽ കുടികിടപ്പുകാരുണ്ടായിരുന്നു പ്രേംബാബു. നമ്മുടെ നാട്ടിൽ ഭൂജന്മിമാരുടെ ഭൂമിയിൽ എത്രയോ മനുഷ്യർ കുടികിടപ്പുണ്ടായിരുന്നു. അവർക്കൊക്കെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഭൂമി ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് അത് ലഭിക്കാത്തതിന്റെ കാരണം ഈ വഖഫ് ആണ് എന്നൊരു ഡീഡ് ഉള്ളതുകൊണ്ടാണ്. നോ, അങ്ങ് ഇത് തെളിയിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷെ അവിടെ കുടികിടപ്പുകാരുണ്ടായതായി രേഖകളില്ല, ഒരു രേഖയുമില്ല. കാരണം അത് തോട്ടം ഭൂമിയാണ്. തോട്ടം ഭൂമി കുടികിടപ്പ് വിതരണത്തിൽ വരുന്നതല്ല. നമ്മുടെ ഭൂവിഭജനത്തിൽ നമ്മൾ പാവപ്പെട്ട മനുഷ്യർക്ക് ഭൂമി കൊടുക്കണ്ട എന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഭൂവിഭജനത്തിൽ തോട്ടം ഭൂമി അതിന്റെ പരിധിയിൽ വരുന്നതല്ല. ബിക്കോസ് ഇറ്റ് ഈസ് എൻ എസ്റ്റേറ്റ്, ഇറ്റ് ഈസ് ക്ലിയർലി റിട്ടൺ. ദാറ്റ് ഈസ് ദ റീസൺ വൈ പറവൂർ കോർട്ട് ഹാസ് ക്ലിയർലി അതിന്റെ ജഡ്ജ്മെന്റിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്കിത് വഖഫാണെന്ന് കണ്ടെത്തേണ്ടി വന്നത്. നിങ്ങൾ പറയുന്ന രീതിയിൽ ഇത് അവിടെ കുടികിടപ്പുകാരുണ്ടെങ്കിൽ അത് കോടതിക്ക് കണ്ടെത്താനോ അവിടുത്തെ റിസീവർക്ക് കണ്ടെത്താനോ കഴിവില്ലാത്തവരാണോ ഇവിടുത്തെ കോടതികൾ? അങ്ങനെ കോടതിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. കാരണം അങ്ങനെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ ഇവിടെ ഇല്ല. കാരണം അത് രേഖീയമായി അത് തോട്ടം ഭൂമിയാണ്. ഇറ്റ് ഈസ് എൻ എസ്റ്റേറ്റ്. എസ്റ്റേറ്റിന് ഈ ഭൂവിഭജനവുമായി ബന്ധമില്ല. അവിടെ കുടിയാന്മാർക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് അവിടെ കുടിയാന്മാരുണ്ടായിരുന്നു വരിക? ഈ അത് തോട്ടഭൂമിയാണോ അല്ലേ എന്നുള്ളത് പോലും കോടതിയാണ് പിന്നീട് തീരുമാനിച്ചത്. അതായത് ഇത് വഖഫ് ചെയ്യുന്ന സമയത്ത് അത് തോട്ടഭൂമിയാണോ എന്ന് നിർണ്ണയിച്ചു കൊടുത്തതല്ലോ. ഇവര് രണ്ടുപേരും വാദിക്കുന്നത് ഇന്ന് വരെ ഇത് വഖഫായിരുന്നില്ല. നിസാർ കമ്മീഷൻ എന്ന് പറയുന്ന ഏതോ ഒരാൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് തെറ്റാണ്. 1961 നിയമസഭയിൽ ഉണ്ടായ ഒരു ചർച്ചയിൽ ഫറൂഖ് കോളേജ് അവിടെ തടയണ കെട്ടുന്നതിന്റെ ഭാഗമായി അങ്ങ് ഇതിന്റെ റിലീജിയോസിറ്റി ഒക്കെ പറഞ്ഞല്ലോ. അതായത് വഖഫ് ചെയ്യുന്ന ആളുടെ ഈശ്വര വിശ്വാസം, അതിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ പറഞ്ഞല്ലോ. ഇത് വഖഫ് ആയി സ്വീകരിച്ചത്, വഖഫായി സ്വീകരിച്ചത് ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജ് ഒരു സെക്യുലർ സ്ഥാപനമൊന്നുമല്ല. അതിന്റെ മാനേജ്മെന്റ് ഈ ദൈവവിശ്വാസികൾ തന്നെയാണ്. പതിറ്റാണ്ടുകളോളം അവർക്കൊരു പാപബോധവും ഇല്ലാതെ അത് വിൽക്കാനും അത് മുറിച്ചു വിൽക്കാനും കൈമാറ്റം ചെയ്യാനും ഒക്കെ തോന്നിയത് എന്തുണ്ടാകും? ഗുരുതരമായ തെറ്റാണ്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ തെറ്റാണ്. എന്ന് മാത്രമല്ല, ഇത് വഖഫാണെന്ന് പറഞ്ഞത് നമ്മളെക്കാൾ മുമ്പ്, നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് ഫറൂഖ് കോളേജാണ്. 3ഓളം അഫിഡവിറ്റിൽ പറവൂർ കോടതിയിൽ കൊടുക്കുന്ന 3ഓളം അഫിഡവിറ്റിൽ ഇത് വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ മുത്തവലിയുടെ സ്റ്റാൻഡ്, ദ സ്റ്റാൻഡ് ഓഫ് മുത്തവലിയുടെ സ്റ്റാൻഡ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് പറയാതെ അവർക്ക് കഴിയില്ല. അല്ലെങ്കിൽ അത് വഖഫ് അല്ല എന്ന് പറഞ്ഞാൽ ഭൂമി ഈ പറയുന്ന പോലെ പട്ടക്കര കയ്യേറ്റക്കര കൊണ്ടുപോകും. അപ്പോ അവരത് 3 തവണ അവരുടെ പറവൂർ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഇത് വഖഫാണ്. പിന്നീട് ആ ഭൂമിക്ക് വില മേടിച്ചതിന് ശേഷം അവർ മാറ്റി പറയുന്നു എന്നാണോ ഇപ്പോൾ? നിരന്തരം മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. ഭൂമി കൊള്ള ചെയ്യാൻ വേണ്ടിയുള്ള ആസൂത്രണ ശ്രമങ്ങൾക്കിടയിൽ നമ്മൾ ഈ പറയുന്ന ഡിവോഷനൊക്കെ മാറ്റിവെച്ച് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ച വസ്തുത ഇത് വഖഫാണെന്ന് കോൺഗ്രസ് പ്രതിനിധി പോലും പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം 1961 ഫറൂഖ് കോളേജ് അവിടെ തടയണ ഉണ്ടാക്കിയപ്പോൾ അത് പൊളിക്കാൻ വന്ന കയ്യേറ്റക്കാർക്കെതിരെ നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ അന്നത്തെ PT ചാക്കോ ഈ പറയുന്ന സഭയുടെ ഏറ്റവും വലിയ ഒരു സമുന്നതനായ നേതാവ് പറഞ്ഞത് അവിടെ വഖഫ് ഭൂമിയുണ്ട്, അത് കയ്യേറാൻ വന്നവരെ ഇനിയും എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും എന്നാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ. അത് ആഭ്യന്തരമന്ത്രി അത് പറയുമ്പോൾ പോലും അന്നും വഖഫ് ബോർഡിന് ഇത് വഖഫ് ഭൂമിയാണെന്ന് തോന്നിയില്ല. അതിന്റെ പ്രശ്നം വഖഫ് ബോർഡിലേക്ക് ഇത് മുത്തവലിയുടെ ഉത്തരവാദിത്വം ഇത് വഖഫ് ഭൂമിയാണ് എന്ന് അറിയിക്കുകയും
6 മാസത്തിനുള്ളിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത്. എന്നാൽ 60 വർഷവും ഇവർ രജിസ്റ്റർ ചെയ്തില്ല എന്നല്ല, വീണ്ടും 2019 സെപ്റ്റംബർ 25 സ്വമേധയാ രജിസ്റ്റർ ചെയ്യുന്നതുവരെ 2019 മെയ് 20 ബോർഡ് ഉത്തരവ് കൊടുത്തതാണ്. പക്ഷെ 15 ദിവസം മുത്തവലി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്യുമെന്നും പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തില്ല. അങ്ങനെ 2019 സെപ്റ്റംബർ 25 വഖഫായി രജിസ്റ്റർ ചെയ്യാൻ ജൂനിയർ സൂപ്രണ്ടിനെ ബോർഡ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ല, ഈ 60 വർഷം വഖഫ് ബോർഡിന് തോന്നിയില്ലല്ലോ ഇവർ ഇത് രജിസ്റ്റർ ചെയ്യാത്തടത്തോളം നമുക്ക് അങ്ങ് സ്വമേധയാ ചെയ്തു കളയാമെന്ന്. എത്രയോ സർക്കാരുകൾ മാറി വന്നു പ്രേംബാബു. എത്രയോ സർക്കാരുകൾ മാറി വന്നു. 10-60 കൊല്ലത്തോളം വഖഫ് ബോർഡിന് ഒരു തോന്നലും ഉണ്ടായില്ല ഇങ്ങനെ ഒരു ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് എന്ന്. അല്ല, അത് വഖഫ് ബോർഡ് യഥാർത്ഥത്തിൽ ആ രീതിയിൽ വഖഫ് ബോർഡ് കുറ്റക്കാരാണോ എന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിനുള്ള നിയമ സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വഖഫ് ബോർഡിന് നാടിലുള്ള ഭൂമി മുഴുവൻ ആരൊക്കെ വഖഫ് ചെയ്തിട്ടുണ്ട് അല്ല, ഇത് മുത്തവല്ലികളുടെ ഉത്തരവാദിത്വം. നമ്മൾ നിയമത്തിലൂടെയല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. നമുക്ക് കാഷ്വൽ ടോക്ക് പറ്റില്ലല്ലോ. കേവലമായ യാഥാർത്ഥ്യത്തിൽ താങ്കൾ പറയുന്നത് പോലെ അത് യാഥാർത്ഥ്യമായിരിക്കാം. അതൊക്കെ നമുക്ക് കാഷ്വൽ ടോക്കിനെ പറ്റുള്ളൂ. പക്ഷെ നിയമം സംസാരിക്കുമ്പോൾ ഇവിടെ മുത്തവലിയുടെ ഉത്തരവാദിത്തമാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവർക്ക് അറിയാത്തതല്ല. കാരണം ഇതിനു വേണ്ടി അധ്വാനിച്ച, ഫറൂഖ് കോളേജിന് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ നീതിയും മനസ്സാക്ഷിക്കും എതിരാണ് ഈ പ്രവർത്തിക്കുന്നത് എന്നും കൂടി ആലോചിക്കണം. കാരണം അത് വഖഫായി CH മുഹമ്മദ് ആത്മകഥയിലൊക്കെ അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വഖഫ് സംരക്ഷിക്കണമെന്ന് അന്നത്തെ നമ്മുടെ ഈ സ്പീക്കറായിരുന്ന CD ഹാജിയുടെ രേഖകളുണ്ട്. അതെല്ലാം വ്യക്തമായി സംസാരിക്കുന്ന രേഖകളാണ്. നമ്മുടെ ഇടപ്പള്ളി സബ് രജിസ്ട്രാറിന് കിട്ടുന്ന രേഖകൾ എന്ന് മാത്രമല്ല, എനിക്ക് കൃത്യമായി പറയാനുള്ളത് എങ്ങനെയാണ് ഈ 404.7 ഏക്കർ ഭൂമിയിൽ ഒരു പ്രത്യേക സമുദായം കേന്ദ്രീകരിച്ചതാണ്. സോറി ടു സേ ദാറ്റ്. എങ്ങനെയാണ് വൈപ്പിൻ എന്ന സ്ഥലം ഒരു ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആണ്. അവിടെ എല്ലാ പോപ്പുലേഷനും സമന്വയമായി ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് ഈ 404.7 ഏക്കർ ഭൂമിയിൽ മാത്രം ഒരു പ്രത്യേക സമുദായം വരുന്നത്? എങ്ങനെയാണ് അത് ഹോമോജിനസ് ആവുന്നത്? ഇത് ഡെമോഗ്രാഫിക്കലി ജനസംഖ്യാപരമായ അർത്ഥത്തിൽ തന്നെ അശാസ്ത്രീയമാണ്. അങ്ങനെ സംഭവിക്കില്ല. അപ്പോ അതിന്റെ പുറകിൽ ഒരു ക്ലാൻഡസ്റ്റൈൻ നെറ്റ്വർക്ക് ഉണ്ട്. ഞാൻ പറയുന്നത്, ക്ഷമിക്കണം, ഒരു ഇവാഞ്ചലിക്കൽ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചാൽ പോലും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാണ്. കുറെ കൂടി കമ്മ്യൂണലുള്ള ഒരു പരാമർശമാണ്. അങ്ങനെ ഹോമോജീനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങൾ ഈ തീരദേശ മേഖലയിൽ ധാരാളമുണ്ട് ശ്രീ പ്രേംബാബു. തീരദേശ സ്ഥലങ്ങളിൽ ധാരാളമുണ്ട്. പക്ഷെ വൈപ്പിൻ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്തിന്റെ പ്രത്യേക 26 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയുമുള്ള ഈ സ്ഥലത്ത് പ്രത്യേക ഏരിയയിൽ മാത്രം ആ രീതിയിൽ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പോളിന്റെ പവർ ഓഫ് അറ്റോർണിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പോളിന്റെ പവർ ഓഫ് അറ്റോർണിയിൽ നിലവിൽ ഹൈക്കോടതിയിലെ ഹർജിക്കാരായ വഖഫ് സംരക്ഷണ വേദിയുടെ പ്രതിനിധി ലുഖ്മാൻ മൂസ കൂടിച്ചേരുന്നു. ലുഖ്മാൻ, ഈ കേസിൽ ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ അവരുടെ പബ്ലിക് ഹിയറിംഗ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ അടുത്ത മാസം സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ട് മുന്നിൽ വെച്ചാണ് സർക്കാർ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക. ആ അവസാന ഘട്ടത്തിൽ, അതായത് അവർ പബ്ലിക് ഹിയറിംഗ് പൂർത്തിയാക്കി 2ാം ദിവസമാണ് അല്ലെങ്കിൽ പിറ്റേന്നാണ് നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഇത് വഖഫ് ഭൂമിയാണ് 67 കേൾക്കുള്ളത്. കേൾക്കാൻ പറഞ്ഞോളൂ. സൗണ്ടില്ല. കേൾക്കാൻ പറഞ്ഞോളൂ. പറവൂർ ഹൈക്കോടതിയുടെ കേൾക്കണ്ടേ? കേൾക്കണ്ടല്ലോ. കേൾക്കാൻ പറയൂ. പറവൂർ ഹൈക്കോടതി പറവൂർ സബ് കോടതിയുടെ വിധി, അത് സബ് കോടതി വിധി, സബ് കോടതിയിൽ കേസ് പോയത് കയ്യേറ്റക്കാർ പോയ ഒരു കേസിനാണ്. ആ കേസിൽ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് കോടതി പറയുകയും, വഖഫാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല അന്ന് കോടതി പോയത്, വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ആ കേസ് ഫറൂഖ് കോളേജിന് ഫേവറായി വരികയും ഫറൂഖ് കോളേജ് അതിൽ 3 പ്രാവശ്യം അഫിഡവിറ്റ് ഈ വസ്തു വഖഫാണ് എന്ന് അഫിഡവിറ്റ് കലന്തൻ എന്ന വ്യക്തിയാണ് അഫിഡവിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അന്നത്തെ അവിടുത്തെ വ്യവഹാരം നടത്തിയിരുന്ന ആൾ കലന്തൻ അഫിഡവിറ്റ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അന്ന് കുടികിടപ്പുകാർ അവകാശമൊന്നുമില്ല വഖഫ് ഭൂമിയിലില്ല എന്നതിൻ്റെ പേരിൽ ഇത് വഖഫാണെന്ന് അന്ന് പറയുകയും ആ വിധിയെ ഹൈക്കോടതി 75 ശരിവെക്കുകയും ചെയ്തു. ഈ 75 ശരിവെച്ചതിന് ശേഷം ഇവരാരും തന്നെ വേറെ ഒരു സ്ഥലത്തേക്ക് ഇവരെന്ത് ചെയ്തിട്ടില്ല, അപ്പീൽ പോയിട്ടില്ല. അപ്പീൽ പോകേണ്ടതാരായിരുന്നു? കയ്യേറ്റക്കാരാണ് പോകേണ്ടത്. അവരിതുവരെയും അപ്പീൽ പോയിട്ടില്ല. അതിനർത്ഥം എന്താ?
അതിനർത്ഥം അവർക്ക് പോകാനുള്ള സ്റ്റാൻഡില്ല എന്ന് ഒന്നവരെ മനസ്സിലാക്കി. ഇനി അതിനുശേഷം വരുന്നത് ഈ 75-ന് ശേഷമാണ് അവിടെ കച്ചവടം നടന്നിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുന്നു. ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുന്ന സമയത്ത് വേറൊരു കച്ചവടം നടന്നാൽ ആ കച്ചവടത്തിന് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എന്താണ് വില? അപ്പോൾ ഈ ആധാരങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത ആധാരങ്ങളാണ് ഇവിടെ ചെയ്തത്. അതിനുശേഷം എന്റെ ചോദ്യം അത് വഖഫാണോ അല്ലയോ എന്നുള്ളതല്ല ശ്രീ ലുക്മാൻ. ആ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. അത് എന്റെ ചോദ്യം അതല്ല. അവിടെയുള്ള നിലവിൽ താമസിക്കുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നു. അത് കമ്മീഷനെ വെച്ചതിന് ടേംസ് ഓഫ് റെഫറൻസ് നമുക്കൊക്കെ അറിയാം. പബ്ലിക് ഹിയറിങ്ങൾ 3 ഘട്ടമായി നടത്തി. അവസാന പബ്ലിക് ഹിയറിംഗ് നടത്തി അടുത്ത ഫെബ്രുവരിയിൽ ഞാൻ റിപ്പോർട്ട് കൊടുക്കുമെന്ന് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിറ്റേന്ന് നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഈ കമ്മീഷന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത്. അത് ആ കമ്മീഷനെ പ്രഖ്യാപിച്ചപ്പോഴോ ആ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചപ്പോഴോ ആ കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്തുമ്പോഴൊന്നും നിങ്ങൾക്ക് കമ്മീഷന്റെ നിയമസാധുതയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. അതിന്റെ ഉദ്ദേശമാണ് ഞാൻ ചോദിച്ചത്. സംശയമുണ്ടായിരുന്നില്ല എന്ന് പറയരുത്. കേൾക്കണല്ലോ, ഇടയ്ക്ക് കട്ടുപോകണം. കേൾക്കാൻ പറഞ്ഞോളൂ ലുക്മാൻ. കട്ടായി പോകണം. കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കാം, നിങ്ങൾ പറഞ്ഞോളൂ. സംശയമുണ്ടായിരുന്നില്ല എന്നല്ല, ഞങ്ങൾക്ക് അതുമായി പോകാനുള്ള സമയം വേണം. ഞങ്ങൾക്ക് അതിനുള്ള നിയമവിശാരദന്മാരോട് അത് ചോദിച്ച് ഞങ്ങൾക്കത് കിട്ടേണ്ട മറുപടിക്ക് സമയം വേണം. ഇതോടൊപ്പം തന്നെ രണ്ട് പ്രാവശ്യം ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന ഇത് വഖഫ് തിരിച്ചു പിടിക്കാമെന്നുള്ള അഫിഡവിറ്റ് ഉൾപ്പെടെ സർക്കാർ കൊടുത്തേക്കുന്ന സാധനത്തിനാണ് വീണ്ടും ആ കമ്മീഷനെ വെച്ച്, അതായത് മുനമ്പത്തെ കയ്യേറ്റക്കാർക്ക് ഒരു നിയമസാധുതയും ഇല്ലാത്തിടത്ത് ഈ കമ്മീഷനെ വെച്ച് ഒരു നിയമസാധുത ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസ്ഥ സർക്കാർ ചെയ്യുന്നു. ഞങ്ങൾക്ക് നീതിപീഠത്തെ സമീപിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. സർക്കാരും അവിടെ അവരുടെ പക്ഷത്ത്, രാഷ്ട്രീയ നേതാക്കന്മാരും അവരോട്. ഞാനൊരു കാര്യം ചോദിച്ചൊരു ചോദ്യം, ആരോടാണ് ഈ 100 ദിവസമായി ഇവർ സമരം ചെയ്യുന്നത്? ഈ സമരസമിതി സമരം ചെയ്യുന്നത് ഈ 100 ദിവസമായി ആരോടാണ്? കേരള ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. എന്ത് പ്രഖ്യാപിച്ചു? ഇവരുടെ റവന്യൂ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടൊരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിക്കെതിരെ ഇവർ സുപ്രീം കോടതിയിലല്ലേ പോകേണ്ടത്? ഇവരെന്തിനാ അവരെ സമരപ്പന്തൽ കെട്ടി സമരം ചെയ്ത് ഇനി അതും പോട്ടെ അവരുടെ വിവരമില്ലായ്മ എന്ന് കണക്കൂട്ടാം. ഇന്ത്യ രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇവർക്കാർക്കും നിയമം അറിയില്ലേ? ഭരണഘടനയ്ക്കെതിരെ ഒരു കോടതി വിധിക്കെതിരെ ഇവർ സമരം ചെയ്യുന്നു. ആ സമരസ്ഥലത്തേക്ക് ഇവർക്ക് പോകാൻ പാടില്ല എന്ന ഭരണഘടനാപരമായ ചെറിയ ഒരു ബാധ്യത പോലും നിറവേറ്റാൻ ഈ കേന്ദ്രമന്ത്രിമാർക്കോ ഈ രാഷ്ട്രീയക്കാർക്കോ രാഷ്ട്രീയ വിവേകം എന്നുള്ള ഒന്ന് ഇവർക്കുണ്ടോ? കാരണം കോടതിക്ക് ഒരു മുസ്ലിം സംഘടന ബാബരി മസ്ജിദ് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു, വേദന ഒരുപാടുണ്ട്. നിങ്ങൾ ഏകപക്ഷീയമായി ആ പ്രശ്നത്തെ കാണുകയാണ്. നോക്കൂ, ഈ ഹൈക്കോടതി വിധിയെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തവരല്ല സംസ്ഥാന സർക്കാർ. അങ്ങനെ ഒരു ഹൈക്കോടതി വിധി അവിടെ ഉണ്ട് എന്ന് നന്നായി അറിയാവുന്നവരാണ്. അങ്ങനെ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കെ ഇൻ കേസ് അത് വഖഫ് ഭൂമിയാണ് എന്ന് നാളെ സുപ്രീം കോടതിയും പറയുകയാണെന്നിരിക്കട്ടെ, അവിടെയുള്ള മനുഷ്യരുടെ സംരക്ഷണ ബാധ്യത സർക്കാരിനാണ്. അതെങ്ങനെ സംരക്ഷിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ സംസ്ഥാന സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചത്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ രേഖകൾ പരിശോധിച്ച് ആ ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു നിമിഷം അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതല്ല. വഖഫ് ഭൂമിയാണെങ്കിലും അല്ലെങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ സംരക്ഷിക്കാം? അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ടാണോ, അവർക്ക് വേറെ ഭൂമി കൊടുത്തുകൊണ്ടാണോ? ഇത് പഠിക്കാൻ വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അതിനെതിരെയാണ് നിങ്ങൾ കോടതിയിൽ പോയത്. ഞങ്ങളുടെ ജോലി ഓക്കെ കേൾക്കണില്ല. ആ ഭൂമിയുടെ റവന്യൂ സ്വഭാവം, ആ ഭൂമിയുടെ സ്വഭാവം പഠിക്കാൻ വേണ്ടിയല്ല ജുഡീഷ്യൽ കമ്മീഷൻ. ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനെ ഉപദേശിക്കുക, അതാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ ബാധ്യത. ആ ജനങ്ങളെ, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക. അപ്പൊ ആ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ കമ്മീഷന്റെ നിയമസാധുതയെ ചോദിച്ച് നിങ്ങൾ കോടതിയിൽ പോകുന്നത് എന്തിനാണ്? കമ്മീഷൻ ബയാസ്ഡ് ആണ് സർ. ഞങ്ങളുടെ പേരെന്താ? സോറി ടു സേ ഓക്കെ, ലുക്മാൻ പറയൂ. മറുപടി പറഞ്ഞോട്ടെ. പറയൂ. മറുപടി പറഞ്ഞോട്ടെ. ഞങ്ങളുടെ പേരെന്താ? കേരള വഖഫ് സംരക്ഷണ വേദി. ഞങ്ങളുടെ ജോലി എന്തെന്നാ?
അന്യാധീനപ്പെട്ട വഖഫുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ആ ജോലി ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആ പേരിടേണ്ട കാര്യമുണ്ടോ? അപ്പം ഞങ്ങളുടെ ജോലി എന്നുള്ളത് അന്യാധീനപ്പെടുകയും കയ്യേറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വഖഫ് സ്വത്തുക്കളെ, വഖഫുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അച്ഛനാകാനും വിവാഹം ഒരേ സമയത്ത് നടക്കൂലല്ലോ, രണ്ടിലൊന്നേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി വഖഫിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ജനങ്ങളെ സംരക്ഷിക്കുക അതിലേക്കുള്ള തീരുമാനം സർക്കാരിനാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷൻ വിചാരിച്ചാൽ, ഒരു നിമിഷം, ഈ ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനിക്കുകയാണ് ഇത് വഖഫാണെന്നോ അല്ലെന്നോ തീരുമാനിച്ചാൽ അതിന് നിയമസാധുതയുണ്ടോ? അത് കോടതി പറയുന്നതിനല്ലേ സാധുത? ജുഡീഷ്യൽ കമ്മീഷന് അതിന് സാധ്യതയുണ്ട്? ആരെങ്കിലും പറയണം ജുഡീഷ്യൽ കമ്മീഷന് സാധ്യതയുണ്ടെന്ന്? പിന്നെന്താ നിങ്ങൾക്ക് ഭയം? പറഞ്ഞിട്ടില്ല. ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് ഭയം എന്തിനാണ്? പിന്നെ ഭയം ഞങ്ങൾ പറഞ്ഞത് ശരിയായതിന്റെ പേരിലാണല്ലോ കോടതി സർക്കാരിനെ പൊരിച്ചത്. സർക്കാരിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് ഞങ്ങളുടെ വാദം ശരിയാണ് എന്നതുള്ളതിന് തെളിവല്ലേ? ഞങ്ങൾക്ക് കേസിന്റെ കോടതി പൊരിക്കുകയൊന്നുമല്ല ചെയ്തത്. ആ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കാനുള്ള നിയമസാധുതയെ കുറിച്ച് വിശദീകരിക്കാൻ സർക്കാരിനോട് പറഞ്ഞു. സർക്കാർ അത് കൊടുക്കും അടുത്ത ദിവസം. അത് അപ്പൊ വരുമ്പോഴല്ലേ, വരുന്ന സമയത്ത് അപ്പൊ നോക്കാം. ശരി, ഞാൻ വരാം, അങ്ങയിലേക്ക് മടങ്ങി വരാം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ബൽദേവ്, ഇവിടെ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ ബയാസ്ഡ് ആണ്. അതായത് അത് വഖഫ് ഭൂമി അല്ല എന്ന ഒരു തോന്നലുണ്ട്. ഇപ്പോൾ പ്രേം ബാബു ഇടയ്ക്ക് വിളിച്ച് പറയുന്നത് കേട്ടു. ജുഡീഷ്യൽ കമ്മീഷൻ പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച്, മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അങ്ങനെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയത് ആശാസ്യമായി തോന്നുന്നുണ്ടോ ബൽദേവിന്? ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ആ റിപ്പോർട്ട് വളരെ രഹസ്യമായിരിക്കണം, അങ്ങനെ പരസ്യമായിട്ടൊന്നും പറയാൻ പാടില്ല. കാരണം ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് മേശപ്പുറത്ത് വെക്കുകയും ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പോലും ആ റിപ്പോർട്ടിൻ്റെ രഹസ്യം പുറത്ത് വിടാതെ സൂക്ഷിക്കാം. അതാണ് ജുഡീഷ്യൽ എൻക്വയറി ആക്ടിൽ പറയുന്നത്. ഗവൺമെൻറ് അത് പുറത്ത് വിട്ടാൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പലപ്പോഴും റിപ്പോർട്ട്, അങ്ങനെ പല റിപ്പോർട്ട് നമുക്കറിയാം. ഇന്ത്യ ഗവൺമെൻറ്റിന് നിയോഗിച്ച എത്രയോ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരാതെയുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഇതൊന്നുമല്ല. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമോ അല്ലെങ്കിൽ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു വിചാരിക്കുക, ഇവർക്കാർക്കും ഇത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇതൊരു ഗവൺമെൻറ് ഓർഡറിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇത് സംസ്ഥാന ഗവൺമെൻറ് അങ്ങ് ഓർഡർ ഇടുകയാണ്, ഇത് വഖഫ് ഭൂമിയല്ല, അല്ലെ വഖഫ് ഭൂമിയാണ്. അത് നിൽക്കില്ല, ഓർഡർ നിൽക്കില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമില്ല. അപ്പോൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ അധികാര പരിധിക്ക് മുകളിലാണ്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന എന്താ, ഒരു മീഡിയേറ്റർ എന്നുള്ള നിലപാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മീഡിയേഷനിലേക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ലാതെ കടക്കണമെന്നുണ്ടെങ്കിൽ അതിനാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് വഖഫാണോ അല്ലയോ എന്നുള്ളതല്ല. ഈ തർക്കങ്ങൾ, ഇതിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തർക്കങ്ങൾ പരിഹരിച്ച് രണ്ട് കൂട്ടർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഒരു പരിഹാരവുമായിട്ട് മുന്നോട്ട് വേണം. അല്ലാതെ കേരള ഗവൺമെന്റ് പിണറായിക്ക് ഒരു ഓർഡർ ഇട്ടാൽ തീരുന്നാൽ ഒരിക്കൽ പറയുന്നത് കേട്ടു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ്. അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. ഹൈക്കോടതിക്കാണ് ഇതിനകത്ത് പരിപൂർണമായ അധികാരം. ഹൈക്കോടതിയുടെ വിധിക്കെതിരെ വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഒരു പാർട്ടിക്ക്. അപ്പോൾ അവിടെ ഇതിന്റെ ആളുകളുടെ ഒരു സാമൂഹിക സാഹചര്യം നമുക്കറിയാം. പ്രേം ബാബു ചൂണ്ടിക്കാട്ടുന്ന പോലെ അവരെന്തോ കൂട്ടം ചേർന്നത് കയ്യേറി എന്ന് തോന്നലാണ്. മത്സ്യത്തൊഴിലാളികളായ മനുഷ്യർക്ക് അത് മുനമ്പത്ത് മാത്രമല്ല, കേരളത്തിൽ തീരദേശങ്ങളിലെവിടെയും ഈ ഭൂസംരക്ഷണ പ്രകാരം അല്ല ഭൂവിതരണ പ്രകാരം വലിയ ഭൂസ്വത്തുള്ള ആളുകളായി മാറിയവരല്ല അവർ. ചെറിയ സെന്റ് ഭൂമികളിൽ കൂര വെച്ച് താമസിക്കുന്ന മനുഷ്യന്മാരാണ് മത്സ്യത്തൊഴിലാളികൾ. അത് മുനമ്പത്തായാലും കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും ആളുകൾ അങ്ങനെ തന്നെയാണ്. അവർക്ക് അവരുടെ പ്രശ്നം ന്യായമാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റെതാണ്. അതിന് കോടതി വിധി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. മിസ്കോട്ട് ചെയ്യരുത്. മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. കാരണം ഈ വഖഫിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ആകെ ചെയ്യാവുന്ന എന്താ, ഗവൺമെന്റ് ചെയ്യാവുന്ന വേണമെങ്കിൽ ഈ കുടുംബങ്ങൾക്ക് വേണമെങ്കിൽ 10 സെന്റ് വസ്തു വെച്ച് വേറെ കൊടുത്തു മാറ്റാം. അല്ലാതെ ഈ തർക്കം പരിഹരിക്കാൻ ഗവൺമെന്റ് പറ്റില്ല. ഗവൺമെന്റിന് ഇത് പരിപൂർണമായിട്ട് ഇത് കോടതി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് പരിഹരിക്കാൻ പറ്റും. എന്റെ നാടായ ചവറ നീണ്ടകറിലെ ഹൈവേയുടെ പടിഞ്ഞാറ് വെച്ച് താമസിക്കുന്ന മൊത്തം കത്തോലിക്കരാണ്. അപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ മതി, ഇത് പണ്ട് ദുർദ്ദേശത്തോട് ഇവരുടെ താമസിച്ചിട്ട് അവിടെ വേറെ ആരുമില്ല. മൊത്തം മത്സ്യബന്ധനവുമായിട്ട് നിൽക്കുന്ന കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരാണ്. നാഷണൽ ഹൈവേ കൂടെ പോകുമ്പോൾ അജിംസ് പോയിട്ടുണ്ടേ അറിയാം, ആ റോഡിന് പടിഞ്ഞാറ് വശം താമസിക്കുന്ന 90% പേര് കത്തോലിക്കരാണ്. അപ്പോൾ അവരവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അങ്ങനെ താമസിച്ചവരാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ആ വർഗീയ പരാമർശങ്ങൾ നമ്മൾ നടത്തുന്നില്ല. അപ്പോൾ ഇവിടെ ഇതിനകത്ത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിനുള്ളത്, ഏത് ഗവൺമെന്റ് നാളെ വന്നാൽ പോലും
പരിപൂർണമായിട്ട് രണ്ടുപേരെയും കൂടെ മധ്യസ്ഥതയിലെടുത്ത് പരിഹരിക്കാനേ പറ്റൂ. അല്ലെങ്കിൽ ഇത് അന്തിമ കോടതി വിധി, അത് നീണ്ടുപോകും. കുറെ അധികം നാൾ കോടതി വിധി നമുക്കറിയാം, എത്രയോ വർഷങ്ങളോടെ ഈ കേസുകൾ നീണ്ടുപോകും. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ഈ തർക്കമായിട്ട് ഇങ്ങനെ പോകും. കാര്യം നിലവിലുള്ള വഖഫ് ആക്ട് അതിന് സർക്കാരിനെ സഹായിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ കൂടി സഹായിക്കട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയും. ശ്രീ ജിൻഡോ, ഒറ്റ കാര്യം, ഇവിടെ ഈ കോടതി വ്യവഹാരങ്ങൾ അത് പ്രത്യേകിച്ചും ഈ സിവിൽ സ്യൂട്ടുകളിലൊക്കെ എത്ര നാൾ നീണ്ടു നിൽക്കും? നൂറ്റാണ്ടുകളോളം നീണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത് അടിയന്തരമായി? അജിംസെ, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഒരു കാര്യം ഈ പ്രേം ബാബുവിനോട് ചോദിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാണ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഈ വഖഫ് ആയിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടിയിൽ കണ്ടീഷണലായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് എൻ്റെ പിൻഗാമികളിലേക്ക് ഇത് വരും എന്ന് പറയുന്ന കണ്ടീഷണലായിട്ട് എവിടെയെങ്കിലും വഖഫ് കൊടുത്തതായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഉദാഹരണം താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വഖഫ് അല്ല എന്ന് ഞങ്ങളുടെ സ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് മറ്റേതെങ്കിലും ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും വഖഫായിട്ട് കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ ഇത് നിങ്ങൾ അതേ പരിപാടിക്ക് മാത്രം ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ച് എൻ്റെ പിൻഗാമികളിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് കണ്ടീഷണലായിട്ട് നിങ്ങൾ ഇതേ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് കണ്ടീഷണലായിട്ട് വഖഫ് ചെയ്ത് കൊടുത്ത മറ്റേതെങ്കിലും ഒരു രേഖയുടെ ഉദാഹരണം താങ്കൾക്ക് അറിയാൻ പറ്റുമോ? ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സേട്ട് കൊടുത്ത വഖഫ് ഭൂമി തിരിച്ച് ഫാറൂഖ് കോളേജ് വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലല്ലോ ഉപയോഗിച്ച്, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ, പിൻഗാമികളിലേക്ക് അങ്ങനെ വരണ്ടേ? അപ്പൊ അത് വഖഫ് ഭൂമി ആവൂലല്ലോ, അല്ലേ? അപ്പൊ ആ വാദമൊന്നും പറഞ്ഞു നിൽക്കുന്നത് ശരിയല്ല, കാലാനുസൃതമല്ല, കാലികമല്ല എന്നാണ് എന്റെ പക്ഷം. ഇനി അടുത്തത്, കടലെടുത്ത് കുറെ ഏക്കർ ഭൂമി പോയല്ലോ, കടലെടുത്ത് ഭൂമി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഈ മത്സ്യത്തൊഴിലാളി ഇരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കാൻ പോകുമ്പോൾ കടലെടുത്ത ഭൂമി നിങ്ങൾ ആരോട് പോയി പറഞ്ഞ് തിരിച്ചു പിടിക്കും? അതിനൊരു ന്യായം കൂടി നിങ്ങൾ പറയണ്ടേ? ഇതിൽ ലോജിക്കലായിട്ടൊരു ഒരു ഭാഗം പറയണം. ഇനി അടുത്തത്, താങ്കൾ പറഞ്ഞത് എന്താ, പള്ളിയുടെ അകത്ത് സമരം ചെയ്തു. ഞാൻ ആ സമരപ്പന്തലിൽ പോയ ആളാണ്. ഞാൻ നിങ്ങൾ പറയുന്ന പോയിന്റിനോടൊപ്പം അല്ല, ഞാൻ ആ മത്സ്യത്തൊഴിലാളികളുടെ പോയിന്റിനോടൊപ്പമാണ്. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടെ മുഴുവൻ ന്യൂനപക്ഷത്തിന്റെയും പക്ഷത്തോടൊപ്പമാണ്, എന്റെ പാർട്ടിയും ആ പക്ഷത്തോടൊപ്പമാണ്. പക്ഷേ താങ്കൾ ഇങ്ങനെ കള്ളം പറയരുത്, അവർ പള്ളിക്കകത്തല്ല, പള്ളി മുറ്റത്താണ്. ഇനി ആ സമരത്തിന്റെ മുൻപന്തിയിൽ സാധാരണക്കാരെ താങ്കൾ കണ്ടില്ലെങ്കിൽ താങ്കളുടെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. താങ്കളുടെ സാമൂഹ്യ നിരീക്ഷണം ഏകപക്ഷീയമാണ്. ആ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സാധാരണ മനുഷ്യരാണ്. അതുകൂടി താങ്കൾ മനസ്സിലാക്കണം. അടുത്ത് താങ്കൾ പറയുന്നത് ഇത് വഖഫ് ചെയ്ത് ഈ ഡീഡ് എഴുതിയ കാലത്ത് അവിടെ കുടികെടുപ്പുകാരില്ല എന്ന്. കള്ളം പറയരുത്, അങ്ങനെ കുടികെടുപ്പുകാരുണ്ടായിരുന്നു, അവിടെ കുടികെടുപ്പുകാരുണ്ടായിരുന്നു എന്നുള്ളതിന്റെ പല വിധത്തിലുള്ള ഡോക്യുമെന്റ്സ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനേക്കാൾ അപ്പുറം താങ്കൾ പറയുന്ന തോട്ടം ഭൂമിയാണ് എന്ന്. ഇത് പാട്ടം കിട്ടിയ ഭൂമിയല്ലേ? അങ്ങനെയാണ് ഈ പാട്ടം കിട്ടിയ ഭൂമി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അത് പട്ടയം ചെയ്തെടുത്തിട്ട് അത് വഖഫ് ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെ പല ഡിബേറ്റുകളും സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള എണ്ണ പകരുന്ന രീതിയിലുള്ള പോയിന്റ്സ് എടുത്ത് പ്രയോഗിക്കരുത് എന്ന് എനിക്ക് താങ്കളോട് പറയാനുണ്ട്. മാത്രമല്ല 60 വർഷക്കാലം വഖഫ് ബോർഡിന് സ്വമേധയും തോന്നിയില്ലല്ലോ ഇത് വഖഫ് ആസ്തിയായിട്ട് രജിസ്റ്റർ ചെയ്ത് കൈപ്പിടിക്കാനായിട്ട്. അപ്പോൾ വഖഫ് ബോർഡിന് പോലും 60 വർഷക്കാലം അക്കാര്യത്തിലൊരു കാലവിളംബം സംഭവിച്ചിട്ടുണ്ട്. ഇനി 404 ഏക്കർ ഭൂമിയിൽ എങ്ങനെയാണ് ഒരു പ്രത്യേക സമുദായത്തിൽ, താങ്കൾ ഉദ്ദേശിച്ചത് ക്രൈസ്തവരെയാണെങ്കിൽ പ്രത്യേക സമുദായക്കാർ വന്നു ചേർന്നതിന് താങ്കൾ എന്ത് ലക്ഷ്യമാണ് കാണുന്നത്? താങ്കളുടെ ആ ചോദ്യത്തിന്റെ പുറകിലുള്ളത് സംഘപരിവാറിന് എണ്ണ നൽകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഇവിടുത്തെ BJP-ക്കാർക്ക്, സംഘപരിവാറുകാർക്ക്, കാസ പോലുള്ള സംഘടനകൾക്ക് അവിടെ കയറി നിരങ്ങാനുള്ള അവസരം കൊടുക്കുന്നത്. ചോദ്യം, മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ഈ തർക്കഘട്ടത്തിൽ അസന്ദിഗ്ധമായ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവർ സഹായിക്കുന്നത് സംഘപരിവാറിനെയാണ്. ഈ ഭാഗത്തോട് താങ്കളുടെ മറുപടി വളരെ ചുരുക്കി. യാതൊരു തെളിവുകളുടെ അടിസ്ഥാനവുമില്ലാതെ ഈ രീതിയിൽ ഇത് സംഘപരിവാറിനാണ് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഉത്തരേന്ത്യ സന്ദർശിക്കണം, അദ്ദേഹം അവിടുത്തെ ബുൾഡോസർ രാജ്യം സന്ദർശിക്കണം. ഭൂമിയിൽ നിന്ന് ഭൂമിയെ മുൻനിർത്തി എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ നിർവചിക്കാതിരിക്കാനുള്ള ആസൂത്രിത ശ്രമം സംഘപരിവാർ നടത്തുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചൊരു ട്രെയിനിങ് മേടിക്കണം. ദയവായി പരിശീലനം നേടിയിട്ട് മാത്രം സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ ബുൾഡോസർ രാജിനെ കുറിച്ചിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ അവിടെ ബുൾഡോസർ രാജ് നടത്തുമ്പോൾ, ഉത്തരേന്ത്യയിൽ അങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുനമ്പത്തെ മനുഷ്യരുടെ വിലാപത്തെ നമ്മൾ അഡ്രസ് ചെയ്യണം, ആ കോസിന്റെ മെറിറ്റ് അഡ്രസ് ചെയ്യണം. അല്ലാതെ സംഘപരിവാറിന് ആയുധം കൊടുക്കാനല്ല പാടില്ല. ഈ വിഷയത്തെ ആ മെറിറ്റിൽ കാണാൻ പഠിക്കണം. ഇവിടത്തെ വിഷയം എന്താ, അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കത്തിനപ്പുറം ആ മനുഷ്യരുടെ കണ്ണുനീരിന് ഒരു പരിഹാരം താങ്കളുടെ പക്ഷത്തുണ്ടോ? ആ മനുഷ്യരുടെ വിലാപത്തിന് ഒരു പക്ഷമുണ്ടോ? അവർ വില കൊടുത്ത ഭൂമിക്ക് ആര് പരിഹാരം ചെയ്യും? അവർ 2 പ്രാവശ്യം നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ്. അവർക്ക് നീതി വ്യത്യസ്ത താല്പര്യങ്ങളുടെ വിളനിലമായി മുനമ്പം മാറുകയാണ്. ആ മുനമ്പം അങ്ങനെ മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സാമുദായിക ധ്രുവീകരണത്തിന് അത് വഴിവെക്കുന്നു എന്നുള്ളതാണ്
അത് എത്രമാത്രം കേരള സമൂഹത്തിന് ആശാസ്യകരമാകും, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുമെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിയമപരമായ ബാധ്യത സംസ്ഥാന ഭരണകൂടത്തിനുണ്ട്. അതുടൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ജിൻഡോ, ശ്രീ ബൽദേവ്, ശ്രീ ലുക്മാൻ മുസാ, പ്രേം ബാബു ഇത്രയും സംസാരിച്ചതിനിടവേള.